എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബേക്കറി രുചിയിൽ എങ്ങനെയാണ് സീബ്ര കേക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. നമ്മൾ ഇതിനു മുൻപ് ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഈ കേക്കിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റ് ബാറ്ററിൻ്റെയും അതുപോലെ തന്നെ വാനില ബാറ്ററിൻ്റെയും റേഷ്യോ ഇതിൽ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ടേസ്റ്റിന് നന്നായിട്ടൊരു വ്യത്യാസം മാർബിൾ കേക്കിൽ നിന്നും ഇതിന് ഉണ്ട്. അപ്പോൾ അധികം താമസിയാതെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു 8 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ, വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്തെടുക്കാൻ പോവാണ്. ഇത് അലുമിനിയത്തിൻ്റെ ട്രേ ആണ്. അലുമിനിയത്തിൻ്റെ ട്രേ നിങ്ങൾക്ക് OTG ഓവനിലും അതുപോലെ തന്നെ കൺവെക്ഷൻ ഓവനിലും വെച്ച് ബേക്ക് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. താഴെയും അതുപോലെ തന്നെ സൈഡിലും നമ്മൾ ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ലൈൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയാണ് വേണ്ടത്. 250 മില്ലിയുടെ 1 കപ്പ് മൈദയിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഒരു 1/8 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് എടുക്കാം. എല്ലാം നന്നായിട്ട് ഒരേപോലെ മിക്സായി കിട്ടും. കട്ടകളൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. 1 2 തവണ നിങ്ങൾക്ക് അരിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന 3 മുട്ടയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും വാനില എസൻസും കൂടെ ആദ്യം തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കിന് ഒട്ടും തന്നെ മുട്ടയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ക്രീമി ആകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ടയുടെ മഞ്ഞയൊക്കെ മാറി ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. വളരെ ചെറിയ തരികളുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര അലിയുന്ന വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. പഞ്ചസാര വലിയ തരിയാണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ടും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. റിഫൈൻഡ് ഓയിലാണ്. മണമില്ലാത്ത ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പകരം നിങ്ങൾക്ക് ബട്ടർ ഉരുക്കിയിട്ടും എടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ടും കൂടി ചേർത്തിട്ട് ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ബീറ്റർ മാറ്റി വെച്ചിട്ട് കൈവച്ചിട്ടും ഇളക്കിയെടുക്കാം. വളരെ ചെറിയ സ്പീഡിൽ ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലുള്ളൊരു ബാറ്ററാണ്. ഇതിനി കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കുന്നത്. നമ്മളൊരു 1/2 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യാനുസരണം നമുക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ ബാറ്റർ 2 പാത്രങ്ങളിലേക്കാക്കാം. അതായത് ഈക്വൽ അളവിൽ നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് നമ്മളിനി ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകുന്നത് കൊക്കോ പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് മധുരം ചേർക്കാത്ത കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ നന്നായിട്ട് തന്നെ അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കട്ടയായിട്ട് കിടക്കും. കൊക്കോ പൗഡർ ചേർത്ത ബാറ്ററിലേക്ക് വീണ്ടും 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് ബാറ്റർ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാൻ പാടായിരിക്കും. നന്നായിട്ട് നമ്മളിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കേക്ക് ട്രേയിൽ ഒരു സീബ്ര ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ 2 ബാറ്റർ മാറ്റിയിട്ടുണ്ട്. കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറേശ്ശെ 2 ബാറ്ററിൻ്റെയും ഇടവിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർ നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മളൊരു ഫ്ലവർ ഡിസൈൻ കൊടുക്കുന്നുണ്ട്, ഒരു സ്ക്യൂവർ വെച്ചിട്ട്. ഇനി ഇതൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. പ്രീ ഹീറ്റ് ആയി കിടക്കുന്ന അവനാണ്. 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 180 ഡിഗ്രിയിൽ. ഇനി നമുക്ക് സെറ്റിങ്സ് എങ്ങനെയാണെന്ന് നോക്കാം. 2 കോയിലും ഹീറ്റാക്കുന്ന ഓപ്ഷനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കൺവെക്ഷൻ പ്ലസ് OTG അവനാണ്. അതുകൊണ്ട് 2 കോയിൽ ഹീറ്റാക്കുന്ന ഓപ്ഷനാണ് ചെയ്തിരിക്കുന്നത്. 180 ഡിഗ്രിയിൽ 40 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കാം. ഓരോ ഓവൻ്റെ ടെമ്പറേച്ചറും സെറ്റിങ്സും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. കറക്റ്റ് 40 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. 40 മിനിറ്റിന് ശേഷം നമ്മൾ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് നമുക്കിനി ഒന്ന് തൂക്കി നോക്കാം. ഇതൊരു 540 ഗ്രാമാണ് വന്നിട്ടുള്ളത്. 1/2 കിലോ വരുന്നൊരു കേക്കാണിത്.
താഴത്തെ ബേക്കിംഗ് പേപ്പറൂടെ മാറ്റിയതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്തെടുക്കുക. ഇത് ഒരാഴ്ചയ്ക്ക് മേലെയൊക്കെ കേടാക്കാതെ ഇരിക്കുന്ന ഒരു കേക്കാണ്. അതുപോലെ കേക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ചൂടോടുകൂടെയാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തണുത്തിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ഇടവിട്ട് വാനില ചോക്ലേറ്റ് വരുന്നൊരു ഫ്ലേവറിലെ കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് സെൻഡ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്